ഇന്ന് ഒരു മത്തിപ്പൊടി ഉണ്ടാക്കാം. 10-12 മത്തി എടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കേടുവരില്ല, പിന്നെ നല്ല സ്വാദുമായിരിക്കും. ഇത് നല്ലതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മീനിൻ്റെ മുള്ള് മാറ്റിയെടുക്കണം. മുള്ള് മാറ്റിയ ശേഷം ഇങ്ങനെ എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 10-12 ചെറിയ ചുവന്നുള്ളി മുറിച്ചതും 1 ചെറിയ മുറി തേങ്ങ ചിരവിയതും ഇതിലേക്ക് ആവശ്യമായ ഉപ്പുമിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കാം. കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയ ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 5-6 ചെറിയ ചുവന്നുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയും ചതച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മീനിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുള്ള് തൊണ്ടയിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. മുതിർന്നവർക്കാണെങ്കിൽ ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റി പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്.